നമ്മുടെ ഇന്നത്തെ റിക്വസ്റ്റഡ് ടോപ്പിക് അക്കൗണ്ട് 2 ആൻഡ് അക്കൗണ്ട് 4. ആദ്യം നമുക്ക് അക്കൗണ്ട് 2 നോക്കാം. ടു അക്കൗണ്ട് ടു സംവൺ എന്ന് പറഞ്ഞാൽ ടു റിപ്പോർട്ട് ടു സംവൺ, ടു ആൻസർ ടു സംവൺ, ടു എക്സ്പ്ലെയിൻ. മൈ ബോസ് ഈസ് ദ ഓൺലി പേഴ്സൺ ഐ മസ്റ്റ് അക്കൗണ്ട് ടു. എനിക്ക് മറുപടി പറയേണ്ട അല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ ബോസിനോട് മാത്രമാണ്. മൈ ബോസ് ഈസ് ദ ഓൺലി പേഴ്സൺ ഐ മസ്റ്റ് അക്കൗണ്ട് ടു. ഹി മസ്റ്റ് അക്കൗണ്ട് ടു ഹിസ് മാനേജർ ഇൻ ഓൾ മാറ്റേഴ്സ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ മാനേജറോട് റിപ്പോർട്ട് ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതുണ്ട് എന്ന മീനിങ് ആണ് ഇവിടെ. ഹി മസ്റ്റ് അക്കൗണ്ട് ടു ദ മാനേജർ ഇൻ ഓൾ മാറ്റേഴ്സ്. ഇവിടെ അക്കൗണ്ട് ടു സംവൺ എന്ന് പറഞ്ഞത് അക്കൗണ്ട് ടു ദ മാനേജർ അല്ലെങ്കിൽ അക്കൗണ്ട് ടു ഹിസ് മാനേജർ. യു നീഡ് ടു അക്കൗണ്ട് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇഫ് യു വാണ്ട് ടു റിസീവ് എനി മോർ ഫണ്ട് ഫോർ ദ പ്രോജക്റ്റ്. നിങ്ങൾക്ക് പ്രോജക്റ്റിന് വേണ്ടി കൂടുതൽ ഫണ്ട് ആവശ്യമാണെങ്കിൽ യു നീഡ് ടു അക്കൗണ്ട് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കൂടുതൽ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അക്കൗണ്ട് ടു സംവൺ എന്നത് അക്കൗണ്ട് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി അടുത്തത് അക്കൗണ്ട് 4. അക്കൗണ്ട് 4 എന്ന് പറയുമ്പോൾ അക്കൗണ്ട് ഫോർ സംതിങ് ആണ്. ടു അക്കൗണ്ട് ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്ലെയിൻ, അതല്ലെങ്കിൽ ടു ഗീവ് റീസൺ വൈ ഇറ്റ് ഹാപ്പൻസ് ഓർ വൈ ഇറ്റ് ഹാപ്പൻഡ്. ഒരു കാര്യം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചത്, അതിൻ്റെ ഒരു റീസൺ പറയുക. ടു ഗീവ് റീസൺ, അതാണ് ടു അക്കൗണ്ട് ഫോർ എന്ന് പറയുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് വിശദീകരിക്കുക, എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. ജെയിൻ കുഡിൻറ്റ് അക്കൗണ്ട് ഫോർ ഹിസ് മിസ്റ്റേക്ക്. ജെയിന് അവൻ്റെ മിസ്റ്റേക്കിന് ഒരു വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞില്ല. ജെയിൻ കുഡ് നോട്ട് അക്കൗണ്ട് ഫോർ ഹിസ് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് ജോണിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹീ കുഡിൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മണി ഏൺഡ് ആൻഡ് ദ മണി സ്പെൻഡ്. അവന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അവന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്ത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മണി ഏൺഡ്, മണി കിട്ടിയ മണിയും അതുപോലെ അതല്ലെങ്കിൽ സമ്പാദിച്ച മണിയും, മണി സ്പെൻഡ് ചെലവാക്കിയ മണിയും, രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ദ മണി ഏൺഡ് ആൻഡ് ദ മണി സ്പെൻഡ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ വന്നു എന്നൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഹീ കുഡിൻറ്റ് account for the difference between the money earned and the money spent. Can you account for your absence last Friday? ലാസ്റ്റ് ഫ്രൈഡേയിലുള്ള നിങ്ങളുടെ ആ ഒരു ആബ്സെൻസിന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള കാരണം എന്താണെന്ന് പറയാൻ പറ്റുമോ എന്നാണ്. ക്യാൻ യു എക്സ്പ്ലെയിൻ എന്നുള്ള മീനിങ് ആണത്. ക്യാൻ യു ഗിവ് എ റീസൺ? യു വിൽ ഹാവ് ടു അക്കൗണ്ട് ഫോർ ദ ഡിസപ്പിയറൻസ് ഓഫ് ദ മണി. You will have to account for means you will have to give a reason. നിങ്ങൾക്കതിനൊരു കാരണം പറയണം. എന്തിന്? അക്കൗണ്ട് ഫോർ ദ ഡിസപ്പിയറൻസ് ഓഫ് ദ മണി. നിങ്ങൾക്ക് പൈസ അപ്രത്യക്ഷമായതിനെ പറ്റി ഒരു കാരണം പറയേണ്ടി വരും. You will have to account for. You will have to give a reason. Account for something എന്നതിന് to be responsible for something, അതിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ളൊരു മീനിങ്ങും കൂടി ഉണ്ട്. ടു ബി റെസ്പോൺസിബിൾ ഫോർ സംതിങ്. ദ ട്രഷറർ നീഡ്സ് ടു അക്കൗണ്ട് ഫോർ ഓൾ ദ ഫണ്ട്സ്. എല്ലാ ഫണ്ടിനെ പറ്റിയും റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ആർക്ക്? ട്രഷറർക്ക്. ദ ട്രഷറർ നീഡ്സ് ടു അക്കൗണ്ട് ഫോർ ഓൾ ദ ഫണ്ട്സ്. എല്ലാ ഫണ്ട്സിനെ പറ്റിയും ട്രഷറർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ അക്കൗണ്ട് 2 ആൻഡ് അക്കൗണ്ട് 4 അതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലായല്ലോ.